കേരളമാകെ ഓണം വൈബിലേക്ക് കിടക്കുകയാണ്. ആറന്മുളയിലേക്ക് വരുമ്പോൾ ഓണത്തിനൊപ്പം തന്നെ ആ ആചാരത്തിൻ്റെ ഒരു തനിമ കൂടി ഇവിടെ നിലനിർത്തുന്നുണ്ട്. എന്തായാലും തിരുവോണത്തോണി അത് പമ്പയാറ്റിലേക്ക് ഇന്ന് ഇറക്കിയിരിക്കുകയാണ്. എന്തായാലും അത് വിപുലമായ പരിപാടികൾ ഓണവുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്ഥലമാണ് ആറന്മുള ക്ഷേത്രം. വള്ളസദ്യ നടക്കുന്നു. ഒപ്പം തന്നെ ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തോണി, ഇപ്പോൾ ഈ നീറ്റിലുള്ള തിരുവോണത്തോണി ഇങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്കുള്ള സദ്യക്കുള്ള വിഭവങ്ങളുമായി, ഭക്ഷണങ്ങളുമായി, ഭക്ഷ്യവസ്തുക്കളുമായി ഒക്കെ തന്നെ എത്തും. നമുക്ക് ഐതിഹ്യത്തിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമൊക്കെ തന്നെയാണ് ഈ ആചാരങ്ങൾ ഇങ്ങനെ സംരക്ഷിച്ചു പോവുക. വെറും ഓണമല്ല, നമുക്ക് ആചാരത്തിനും കൂടിയൊക്കെ ഭാഗമാണ്. ആചാരാനുഷ്ഠാനങ്ങളോട് കൂടി തന്നെയാണല്ലോ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ തിരുവോണത്തോണി ഇവിടെ നീറ്റിലെ ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ നീറ്റിലിറക്കി കഴിഞ്ഞു. ഓണത്തിന് ആറന്മുളയിൽ സത്യത്തിൽ ആരംഭം കുറിച്ച് കഴിഞ്ഞു. ഊരാട ദിവസം ഇവിടെ നിന്നും രാവിലത്തെ ശിവേലി കഴിഞ്ഞ് പട്ടതിരി പോയി ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് ഇവിടെ തിരിച്ചു വന്ന് വിഭവങ്ങളുമായിട്ട് തിരിച്ചു വന്ന് ഭഗവാനുള്ള എല്ലാ ഒരു വർഷത്തേക്കുള്ള വിഭവങ്ങൾ, ഓണത്തിനുള്ള വിഭവങ്ങളുമായി വന്ന് ഭംഗിയായ കാര്യങ്ങൾ നടത്തത്തക്ക ഉള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയുണ്ട്. നമ്മുടെ എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ ഭാഗമായിട്ട് പൂർത്തീകരിച്ചോ? അതെ, ഇപ്പം നമ്മൾ തിരുവോണത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവോണ തോണിയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇനിയും മങ്ങാട്ട് ഭട്ടതിരിയും ഇപ്പം പൂരാടത്തിൻ്റെ അന്ന് എത്തിച്ചേരും. പിന്നെ പൂരാടത്തിൻ്റെ അന്ന് തന്നെ നമ്മൾ തോണി കാട്ടൂരെത്തിക്കും. അവിടെ നിന്ന് ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് അവിടുത്തെ ദീപാരാധനയ്ക്ക് ശേഷം തിരിച്ച് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഇവിടെ വിഭവങ്ങളുമായി എത്തിച്ചേരും. എന്തായാലും ആറന്മുളയിൽ ഓണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളുമായി കഴിഞ്ഞു. ഇവിടെ ഓണത്തിൻ്റെ ആരവവും ആഘോഷവും ഒക്കെ ആയി. ഇനി ഈ തോണി അധികം വൈകാതെ വിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടൂരേക്ക് ഓണത്തിൻ്റെ തലേ ദിവസം പോകും. പിന്നീട് ഓണ വിഭവങ്ങളുമായി ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തും. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട.